ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ മുത്തേരി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ യാത്ര മാംഗ്ലൂർ സിറ്റിയിലെ വളരെ പ്രസിദ്ധമായ പണമ്പൂർ ബീച്ചിലേക്കാണ്. അറബിക്കടലിന്റെ തീരത്തുള്ള ഈ ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതവും മികച്ചതുമായ ബീച്ചുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തീരദേശ കർണാടകയിലെ ഏറ്റവും ജനപ്രിയമായതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ ബീച്ചാണിത്. മംഗലാപുരം സിറ്റി കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിലുള്ള സിറ്റി സെന്ററിൽ നിന്ന് 10 കിലോമീറ്റർ വടക്ക് പണമ്പൂർ എന്ന സ്ഥലത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. പണമ്പൂർ ബീച്ച് ടൂറിസം വികസന പദ്ധതിയുടെ ബാനറിന് കീഴിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇപ്പോൾ ഈ ബീച്ച് പരിപാലിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ജെറ്റ് സ്കി റൈഡുകൾ, ബോട്ടിംഗ്, ഫുഡ് സ്റ്റാളുകൾ എന്നിവയാണ് ഈ ബീച്ചിന്റെ ആകർഷണങ്ങൾ. കൂടാതെ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ബീച്ചിൽ പട്രോളിംഗ് നടത്തുന്ന ഉയർന്ന വൈദഗ്ധ്യവും പരിശീലനവും ലഭിച്ച ലൈഫ് ഗാർഡുകളെയും നമുക്ക് കാണാൻ സാധിക്കും. സംസ്ഥാനത്തെ 3ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. ആദ്യത്തെ 2 മാൽപ്പയിലും മുരുടേശ്വരിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാലം നിലവിൽ വന്നതോടെ ബീച്ചിന്റെ മൊത്തത്തിലുള്ള ആകർഷണം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തുന്നു. മുംബൈ ആസ്ഥാനമായുള്ള HN മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പാലം സ്ഥാപിച്ചത്. സുരക്ഷിതവും ആസ്വാദ്യകരവുമായ അനുഭവം ഉറപ്പാക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം ഒരു ബാച്ചിൽ 100 വ്യക്തികൾക്കായി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾക്ക് 150 രൂപയാണ് പ്രവേശന ഫീസ്. സന്ദർശകർക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ 20 മിനിറ്റ് അനുഭവം നൽകുന്നു. എല്ലാ വർഷവും 8 മാസത്തേക്ക് ഈ സൗകര്യം ബീച്ചിൽ പ്രവർത്തനക്ഷമമായിരിക്കും. ബീച്ചിലേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായ മൺസൂൺ സീസണിൽ മാറ്റി ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. മനോഹരമായ സൂര്യാസ്തമയം, മനോഹരമായ തുറമുഖ പ്രദേശം, വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെയുള്ള പിക്നിക് സ്പോട്ട് എന്നിവയാൽ ഈ ബീച്ച് ജനപ്രിയമാണ്. നഗരത്തിനോട് ചേർന്നുള്ളതിനാൽ ബീച്ച് ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു.
മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.